ഇ.കെ. നായനാരുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശാരദ ടീച്ചറും മകൻ കൃഷ്ണകുമാറും ചേർന്ന് സുരേഷ് ഗോപിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നായനാരെക്കുറിച്ച് ശാരദ ടീച്ചർ എഴുതിയ പ്രിയ സഖാവ് എന്ന പുസ്തകവും സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു. നർമ്മം പറഞ്ഞു ചിരിക്കുന്ന പ്രിയ സഖാവിന്റെ മറക്കാത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി എത്തിയത് അപൂർവ നിമിഷങ്ങൾ സമ്മാനിച്ചു. ഇ.കെ. നായനാരുടെ സഹധർമ്മിണി ശാരദ ടീച്ചറെ കാണാനാണ് സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ വീട്ടിലെത്തിയത്. ഇപ്പോൾ ഏറെ നാളായി സുരേഷ് വീട്ടിൽ വരാറുണ്ടായിരുന്നില്ലെന്നും MP ആയതിനു പിന്നാലെ അമ്മയെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നതായും ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് ഗോപി എത്തുമെന്ന വിവരം തലേ ദിവസമാണ് ടീച്ചർക്ക് ലഭിച്ചത്. ഉച്ചഭക്ഷണം ശാരദാസിൽ നിന്നായിരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇഷ്ട വിഭവങ്ങൾ ഒരുക്കിയാണ് ടീച്ചർ കാത്തുനിന്നത്. പറഞ്ഞ സമയത്തു തന്നെ മന്ത്രി എത്തി. അകത്തേക്കു കയറി വന്ന സുരേഷ് ഗോപിയെ ശാരദ ടീച്ചർ ചേർത്തു പിടിച്ചു. പിന്നാലെ ടീച്ചറും മകനും ചേർന്ന് ഷാൾ അണിയിച്ചു. ശാരദ ടീച്ചർ നായനാരെക്കുറിച്ച് എഴുതിയ പ്രിയ സഖാവ് എന്ന പുസ്തകവും സമ്മാനിച്ചു. വായിച്ച് അഭിപ്രായം ഫോണിലൂടെ അറിയിക്കണമെന്നും ടീച്ചർ സുരേഷ് ഗോപിയോട് പറഞ്ഞു. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തു നിന്നുള്ള അടുത്ത പരിചയമാണ് ശാരദ ടീച്ചർക്ക് സുരേഷ് ഗോപിയുമായി ഉള്ളത്. ക്ലിഫ് ഹൗസിൽ നായനാരെ കാണാൻ അധികവും വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് നായനാരെന്നും സുരേഷ് ഗോപി പറയാറുണ്ടെന്ന് ശാരദ ടീച്ചർ പറഞ്ഞു. അച്ഛൻ എന്നാണ് സഖാവിനെ വിളിക്കാറുള്ളത്. തനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നായനാരുടെ ഭരണമെന്ന് എപ്പോഴും പറയാറുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധമാണ് സുരേഷിനോടും കുടുംബത്തിനോടുമുള്ളതെന്നും ടീച്ചർ പറയുന്നു. ഞങ്ങൾ സഖാവിൻ്റെ ഭരണകാലത്തിലാണ് ഇവിടെ പോയത്. അപ്പോൾ സുരേഷിന് സഖാവിൻ്റെ ഭരണം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഭരണം അതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ടാവും, പക്ഷേ ആരെയും അങ്ങനെ ബന്ധപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത് സുരേഷ്. അപ്പോൾ നമ്മുടെ നയന സഖാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയാലും ഒരു അന്വേഷിക്കും. പിന്നെ പല പ്രാവശ്യം അങ്ങനെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്. നിങ്ങൾ അതിലേക്കണം. രാഷ്ട്രീയത്തിന് അപ്പുറം അവിടെ ഒരു വ്യക്തിബന്ധമായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അപ്പുറം ഒരു വ്യക്തിബന്ധം. അതാണ് സുരേഷ് ഗോപിയായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു. ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല മുഖ്യമന്ത്രിമാരെ വന്നു പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആരുമായിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടില്ല. പക്ഷെ സഖാവിന് അച്ഛൻ്റെ ഭരണം ഇപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. അവിടെ നിന്ന് കാണാറുണ്ട്. ഞങ്ങൾ അവിടെ വീട്ടിൽ പോകാറുണ്ട്. മക്കളായിട്ട് ഞാൻ രാധിയാണ് ഞാൻ പല പ്രാവശ്യം ഞാൻ പോലും വിളിച്ചതാണ്. തൃക്കലയെ വിളിച്ചു. വിളിച്ചപ്പോഴൊന്നും സുരേഷിനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാധികനെ വിളിച്ചു. രാധിക പറയും അമ്മ വിളിച്ചു. അപ്പോൾ ഇവരെ കാണാൻ പോയ സമയത്തും അന്നേ ഇവരോട് പറഞ്ഞു, ഞാൻ അമ്മയെ ചെന്ന് കാണും, അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അമ്മയെ ചെന്ന് കാണും. ഇങ്ങനെ പറഞ്ഞു. ഞാൻ ജയിച്ചപ്പോഴൊന്നും ഞാൻ വിളിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയം അറിഞ്ഞപ്പോൾ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയില്ല. ഭാര്യ രാധികയെ വിളിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലായ്പ്പോഴും സുരേഷ് തന്നെ വിളിക്കാറുണ്ടെന്നും ശാരദ ടീച്ചർ പറയുന്നു. സുരേഷ് ഗോപിയെ കാണാൻ അയൽവാസികൾ ഉൾപ്പെടെ നിരവധി പേരും ശാരദാസിൽ എത്തിയിരുന്നു. നായനാരുടെ വീട്ടിൽ ഇതിനു മുൻപ് പലതവണ വന്നിട്ടുണ്ടെന്നും മന്ത്രിയായതിനാലാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സമകാലിക മലയാളം, കണ്ണൂർ.